നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ലക്ഷ്മിയമ്മ പോലീസ് പിടികൂടുന്നുള്ള കാര്യം ദേവു വിളിച്ച് രേവതിയോട് പറയുന്നുണ്ട്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി രേവതി സച്ചിയും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ദേവുവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ ദേവു എന്ന് ചോദിച്ചോണ്ട് രേവതി ഓടിച്ചെന്നു. അപ്പോഴേക്കും ദേവു പറഞ്ഞു, ശരത്തിനെ അന്വേഷിച്ച് പോലീസുകാരെ വന്നാ വീട്ടില് ശരത്തിനെ കണ്ടില്ലെന്ന് പറഞ്ഞോണ്ടാ അമ്മയെ പിടിച്ചോണ്ട് വന്നേന്ന് പറഞ്ഞു. പിന്നീട് അവര് നേരെ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് ഇല്ലോണ്. ലക്ഷ്മിയമ്മ പറഞ്ഞു, എനിക്കറിയില്ലടാ എന്ത് ചെയ്യണമെന്ന്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവനെ കണ്ടില്ലെന്നും പറഞ്ഞോണ്ട് അതെ ഞാനൊരു കാര്യം ചെയ്യാം, എസ് ഐ ഒന്ന് കയറി കാണട്ടെന്നും പറഞ്ഞോണ്ട് സച്ചി നേരെ എസ് ഐയുടെ ക്യാബിനിലേക്ക് വന്നു. ചെന്നിട്ട് സാറേ, എന്റെ അമ്മായിമ്മേ പിന്നെ എന്റെ വൈഫിന്റെ അനുജത്തി അവിടെ നിൽക്കുന്നേ, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ശരത്ത് ചെയ്ത തെറ്റിന് അവരെ ക്രൂശിക്കേണ്ട കാര്യമില്ല. അവരെന്തിനാ സാറേ പിടിച്ചോണ്ട് വന്നേന്ന് ചോദിച്ചു. എടോ, ആ ശരത്ത് എന്ന് പറയുന്നവനെ കിട്ടാതെ എനിക്കിനി ഇവരെ വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സാറേ, അതിന് ഇവര് തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. എടാ, തെറ്റ് ശരിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇവരവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുവാന്ന് തോന്നേ സാറേ, ഇവരവനെ ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഓ, അപ്പൊ ഇനിയിപ്പൊ അളിയനെ കുറിച്ച് അളിയനായിരിക്കും അറിയാവുന്നേ. എനിക്ക് നീ പറ, നീ അവനെ എവിടെയാ അവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, സാറേ ഞാൻ ഒരിടത്തും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. മര്യാദയ്ക്ക് അവൻ പുറത്തു വരുവാണെങ്കിൽ അവന്റെ അമ്മയും പെങ്ങളെയൊക്കെ ഞാൻ വിടും, അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാരും അകത്ത് കിടക്കുമെന്ന് പറഞ്ഞു. സാറേ, ഇത് എവിടുത്തെ നിയമമാ സാറേ? ശരത്ത് തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഇവരെ പിടിച്ചോണ്ട് വെക്കേണ്ട കാര്യം വല്ലതുണ്ടോ? എടാ, ഇങ്ങനെയൊക്കെ ചില കളികൾ കളിച്ചാലോ അവൻ ഒളിച്ചിരിക്കുന്ന മാളത്തിന്ന് പുറത്തു വരുള്ളൂ. അതുകൊണ്ടൊരു തന്ത്രവാ, അവനെ ഞാൻ ഇവിടെ വരുത്തൂന്ന് പറഞ്ഞു. എനിക്ക് മോളിൽ നല്ല പ്രഷറുണ്ട്. കാരണം ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത്, അതും പട്ടാപ്പാളി തെറ്റ് ചെയ്തവനെ പിടികൂടാൻ പറ്റിയിട്ടില്ലെന്ന് ചോദിച്ചോണ്ട് എനിക്ക് എന്റെ തലയെ തൊപ്പി കുറച്ചു നാളും കൂടെ വേണമെന്നുണ്ടെന്ന് പറഞ്ഞു. സച്ചിക്കാണെങ്കിൽ ആകെപ്പാട് ടെൻഷനായിരുന്നു. നീ ഇനി ഇവിടെ നിൽക്കാതെ പോകാൻ നോക്ക്, അല്ലെ നിന്നെയും കൂടെ ഞാൻ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞു. സച്ചിക്ക് മനസ്സിലായി ഇനിയിപ്പോ അയാളോട് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. സച്ചി പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും രേവതി ചോദിച്ചു, എന്തായി സച്ചിയുടെ കാര്യങ്ങള്? അയാളോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. അപ്പോഴേക്കും സച്ചിക്ക് അറിയാവുന്നൊരു പോലീസ് കോൺസ്റ്റബിൾ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ അടുത്തേക്ക് സച്ചി എന്നിട്ട് ചോദിച്ചു, എന്താ സാറേ ഇത്? ലക്ഷ്മമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് പിടിച്ചോണ്ട് വന്നിരിക്കുന്നേ? അതെ, പുതിയതായിട്ട് വന്നിരിക്കുന്ന എസ് ഐ ആളൊരു മുരടനാണ്. അയാൾ അങ്ങനെത്തെ സ്വഭാവം അയാളുടെ മുന്നില് നമുക്ക് ബാധിച്ചേക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സച്ചി അയാളുടെ മുന്നിൽ പോയി ഇങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. സച്ചി എത്രയും പെട്ടെന്ന് ഒരു ലോയറെ കാണാൻ പറഞ്ഞു. വക്കീലിനെ കാണാനായിട്ടാ. അതെ, നല്ലൊരു വക്കീലിനെ കാണാൻ. വക്കീല് വന്ന് സംസാരിച്ചു കഴിയുമ്പോ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് സച്ചിക്കും തോന്നി നല്ല കാര്യമെന്ന്. കാരണം മുൻകൂർ ജാമ്യം എടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല കാര്യമാണല്ലോ. പിന്നീട് സച്ചിയോട് പറഞ്ഞു, എനിക്കറിയാവുന്ന നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ട്, അതിന് നമ്പറും കാര്യങ്ങളും വേണേ തരാം. സച്ചി അവിടേക്ക് പോയിക്കോളാൻ പറഞ്ഞു. സച്ചി പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് സാറെന്ന് പറഞ്ഞു. കാരണം ഇങ്ങനൊരു അവസരത്തിൽ ഒരു പക്ഷേങ്കില് ശരത്തിനെ രക്ഷിക്കണം, അതുപോലെ തന്നെ ലക്ഷ്മിയമ്മയെ രക്ഷിക്കണമല്ലോ. അപ്പോഴേക്കാണ് അകത്തുനിന്ന് എസ് ഐ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എസ് ഐ വന്നിട്ട് ചോദിച്ചു, താൻ ഇതുവരെയും പോയില്ലേ? തന്നോട് പോകാൻ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. സാറേ, എന്റെ അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അമ്മേനെ വിടണമെന്ന് പറഞ്ഞു. പിന്നെ വിടാനായിട്ടാ സാറേ, ദേവുവിന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അവളും അമ്മയ്ക്ക് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാല്, ഈ പോലീസ് സ്റ്റേഷൻ നിൽക്കാന്ന് പറഞ്ഞാല് അത്ര നല്ല കാര്യമല്ലല്ലോ. എടാ, അതൊക്കെ ഇവരുടെ മകൻ തീരുമാനിക്കണം എന്ന് ലക്ഷ്മിയെ ചൂണ്ടിക്കാണിച്ചിട്ട് എസ് ഐ പറയണം, നല്ല രീതിയിൽ വളർത്തുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? അവൻ എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നുണ്ട്, അവൻ പുറത്തു വരട്ടെ, അതിനുശേഷം ഇവരെ വിടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവത കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, സാറേ, എന്റെ അമ്മയെ അനുജത്തിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവരെ വെറുതെ വിടണം. ശരത്തിനെ കൈ കിട്ടുവാണെങ്കിൽ അവരെ ഞാൻ ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അത് കേട്ടതും സച്ചി പറഞ്ഞു, അത് സാറേ, ഇവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒടുവില് അയാളൊരു കാര്യം തീരുമാനിച്ചു, ഇന്ന് ഒറ്റ ദിവസത്തിന് പോയിക്കോ, പക്ഷെ നാളെ ശരത്തിനെ ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ അവരെ വീണ്ടും ഞങ്ങൾ പിടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയും ദേവുവിനെയും കൂട്ടിക്കൊണ്ട് സച്ചി ഇറങ്ങി വരുവാണ്. സച്ചി അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു, സാരമില്ല പോട്ടെ, ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, ശരത്തിന്റെ കാര്യം സേഫാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. പക്ഷെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോ എന്താവും എങ്ങനെയാന്ന് അറിയില്ല. ഒറ്റ ദിവസത്തെ സമയം തന്നിരിക്കുന്നേ, ആ സമയത്തിനുള്ളിൽ തന്നെ ശരത്തിനെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കുകയും വേണം. വല്ലാത്തൊരു ടെൻഷനായിരുന്നു സച്ചിയുടെ ഉള്ളില്. സച്ചി അവരോട് പറഞ്ഞു, അതെ, നിങ്ങളൊരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. ദേവ് പറഞ്ഞു, സച്ചേട്ടാ പേടിക്കൊന്നും വേണ്ട, ഇനി അവിടെ വന്ന് അവരൊന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, നിങ്ങൾ പോകാൻ പറഞ്ഞു. അങ്ങനെ അവര് രണ്ടുപേരും അങ്ങോട്ട് പറഞ്ഞു വിട്ടു. പിന്നീട് രേവതിയോട് പറഞ്ഞു, നീ വാ, ആ വക്കീലിനെ കാണാൻ നമുക്കൊന്ന് പോകാന്ന് പറഞ്ഞു. ശരിയാകുമോ സച്ചേട്ടാ? ശരിയാവും. കാരണം പോലീസുകാരൻ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വക്കീലിന്റെ.
ഉറപ്പായിട്ടും ശരിയാക്കി എടുക്കാം. ശരത്തിനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, നീ അന്നോർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിച്ച് സച്ചി ബാക്കിയെല്ല കാണിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അതേസമയം ശ്രുതി മീരയും കൂട്ടി ആന്റണിയെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ്. പോകുന്ന സമയത്ത് ശ്രുതി പറഞ്ഞു ഇനിയിപ്പോ എന്ത് പ്രശ്നമാണെന്ന് അറിയത്തില്ല, ആ വിളിപ്പിച്ചിരിക്കണെന്ന് പറഞ്ഞു. അങ്ങനെ ആന്റണിയുടെ ഓഫീസിലേക്ക് വന്നു. പിന്നീട് ശ്രുതി ചോദിച്ചു, എന്താ ആന്റണി എന്തിനാ വിളിപ്പിച്ചെന്ന് ചോദിച്ചു. അതെ, ചില കാര്യങ്ങളൊക്കെ പറയാനും കാണിക്കാനും വേണ്ടിട്ടാന്ന് പറഞ്ഞു. കാണിക്കാനോ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നവീൻ കിടന്ന മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ കാഴ്ച കണ്ടപ്പോ ശ്രുതി മീര ഞെട്ടിപ്പോയി. നവീനെ ഇടിച്ചിഞ്ച പരുവാക്കി ഇട്ടിരിക്കുന്നു, ദേഹത്തൊക്കെ പാടാണ്. അത് മാത്രല്ല ഓക്സിജൻ മാസ്കും ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെന്താ ഇവന് പറ്റിയെന്ന് ചോദിച്ചു. അതെ, 4 ദിവസം ഇവനെ മുറി പൂട്ടിയിട്ട് അടിക്കാന്ന് കരുതിയിരുന്ന, പക്ഷെ 2 ദിവസത്തെ ഇടി കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ അവശനായിപ്പോയി. കണ്ടില്ലേ, ഇനിയിപ്പം വല്ല ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയില്ലെങ്കിൽ ഇവന്റെ ജീവൻ നഷ്ടമാവെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഭയങ്കര ടെൻഷനായിപ്പോയി. ശ്രുതി ചോദിച്ചു, നിങ്ങളിത് ആരോട് ചോദിച്ചിട്ടാ, എന്ത് ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ തല്ലിയെന്ന് ചോദിച്ചു. പിന്നെ നീയല്ലേ പറഞ്ഞത് അവനെ നന്നായിട്ട് കൈകാര്യം ചെയ്യണമെന്ന്, അതിന് ഇങ്ങനെയാണ് ചെയ്യണ്ടേ. ഇനി ഇവിടെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഇവൻ തട്ടിപ്പോ. പിന്നെ എനിക്ക് പോലീസ് സ്റ്റേഷൻ കോടതിയായിട്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, ഇവൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോ, നിങ്ങളല്ലേ ഇവനെ പിടിച്ചോണ്ട് വന്നേന്ന് ചോദിച്ചു. അതെ, അത് ശരി തന്നെയാ, അത് പക്ഷെ നിനക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോഴേക്കും മേരി വെച്ചു, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ, നിങ്ങൾ എന്ത് പരിപാടി ചെയ്തിട്ട് അത് ഞങ്ങളുടെ തലയെ കെട്ടിവെച്ചേക്കാന്നാണോ നിങ്ങളുടെ വിചാരം എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ആന്റണി പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട, ഇവനെ ശുശ്രൂഷിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഇവനെയും കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലീസ് ഞങ്ങളെ പിടികൂടും. പിന്നെ ഞങ്ങൾ അകത്ത് പോയി കിടന്ന് കോതമുണ്ട തിന്നേണ്ട വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി ഇങ്ങനെ ഒരു നിമിഷം നോക്കി. പിന്നീട് ആന്റണിയോട് പറഞ്ഞു, ആന്റണി പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക, അവനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. അതിനല്ലേ ശ്രുതി നിന്നോട് പറഞ്ഞത്, നീ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പറഞ്ഞു. അപ്പോഴേക്കും മീര പറഞ്ഞു, നിങ്ങളല്ലേ അവനെ ഈ വിധമാക്കിയിട്ടെ. ഓ അങ്ങനെ, അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് എന്താണ് ഇവനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവനെന്റെ ആരാ, ഇവന് വേണ്ടി പൈസ മുടക്കാൻ എന്റെ ഈ പൈസയും ഇല്ലെന്ന് പറഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾ കൊണ്ട് നോക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലാവെന്ന് പറഞ്ഞു. ശ്രുതി പെട്ടുപോയി. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, ആന്റണി നീ എന്തെങ്കിലും ഒന്ന് ചെയ്യുക, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കുക, ഒരു ഉപകാരം ചെയ്യാൻ പറഞ്ഞു. ഒടുവിൽ ആന്റണി പറഞ്ഞു, ശരി സമ്മതിച്ചിരിക്കുന്നു, പക്ഷെ അതിന് പണച്ചെലവുണ്ടെന്ന് പറഞ്ഞു. പണച്ചെലവോ? അതെ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ കുറെ പൈസ ആവൂലേ, ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്യണ്ടേ, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഒരു 2 ലക്ഷം രൂപ എനിക്ക് തരാൻ പറഞ്ഞു. അത് കേട്ടപ്പോ മീര വെച്ച്, 2 ലക്ഷമോ? അതെ 2 ലക്ഷം. 2 ലക്ഷം തരുവാണെങ്കിലേ ഞാൻ എന്റെ ആൾക്കാരെ കൊണ്ട് ഇവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചോളാം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം, പക്ഷെ പണം തന്നില്ലെങ്കിൽ വിവരം മാറുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മേരി വെച്ചെന്താ ഭീഷണിയാണോന്ന് ചോദിച്ചു. ഭീഷണി തന്നെയാന്ന് കൂട്ടിക്കോ, പോലീസിനെ വിളിച്ചിട്ടുണ്ട്, ഈ നിമിഷം പോലീസ് ഇവിടെ വരും, പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ തത്ത പറയുന്ന പോലെ തന്നെ പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒടുവില് ശ്രുതി പറഞ്ഞു, ശരി ആയിക്കോട്ടെ, ഞാൻ എന്താണെങ്കിലും പൈസ ഉണ്ടാക്കി തരാം, പക്ഷെ എനിക്ക് കുറച്ച് ദിവസത്തെ സാവധാനം വേണമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതിയും മീരയും കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം ആന്റണി നേരെ നവീന്റെ അടുത്തേക്ക് ഇല്ലുവാണ്. നവീന്റെ അടുത്ത് നിന്നിട്ട് ഓക്സിജൻ മാസ്ക് ഒക്കെ മൊത്തം മാറ്റുവാണ്. പിന്നീട് നവീനോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ആക്ടിങ്? അത് കേട്ട് ഞാൻ നവീൻ പറഞ്ഞു, പൊളിയായിരുന്നു, അപ്പൊ ഞാൻ അഭിനയിച്ചോ, കൊള്ളായിരുന്നു പറഞ്ഞു. എടാ ഇപ്പൊ അവളോട് 2 ലക്ഷം രൂപ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ലക്ഷോ? അതേന്നെ, അവള് നന്മടെ പൊന്മുട്ടി ഇടുന്ന താറാബാ, അവൾക്ക് പൈസ ആരാധിക്കാൻ പറ്റില്ല, പൈസ തന്നില്ലെങ്കിൽ അവളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമെന്ന് അവൾക്കറിയാം, അതുകൊണ്ട് അവള് പൈസ തരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നവീൻ പറഞ്ഞു, അവള് ബുദ്ധിയുള്ളവളാന്ന് പറഞ്ഞു. എത്ര ബുദ്ധി പ്രയോഗിച്ചിട്ടും കാര്യമില്ല, ഇത്തവണ എന്താണെങ്കിലും കുടുങ്ങിയത് തന്നെയാന്ന് ആന്റണി പറഞ്ഞു. അങ്ങനെ അവര് തമ്മിൽ ഒരു രഹസ്യ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ശ്രുതിയെ പറ്റിച്ച് കുറച്ച് പണം ഉണ്ടാക്കുക, കൈ നനയാതെ മീൻ പിടിക്കുന്ന രീതിയെ. ഒരു കോട്ട് കിട്ടിയതിൽ സന്തോഷം ഉണ്ടായിരുന്നു നവീന്. അങ്ങനെ എന്ത് ചെയ്തു, അവര് ശ്രുതിയെ പൂട്ടാൻ തന്നെ തീരുമാനിക്കുകയാണ്. എത്ര രൂപ ചോദിച്ചാലും തരൂന്നൊരു വിശ്വാസം ആന്റണിയുടെ കയ്യിലുണ്ടായിരുന്നു. കാരണം ആന്റണിക്ക് അറിയാം അവള് എന്തിനെയൊക്കെ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പിടിവള്ളിയായിട്ടെടുക്കാം എന്നൊരു ചിന്തയായിരുന്നു ആന്റണിയുടെ മനസ്സിലും ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി രേവതിയും വക്കീലിനെ കാണാനായിട്ട് വക്കീൽ ഓഫീസിലേക്ക് വരുവാണ്. ആ സമയത്ത് വക്കീലിന്റെ അടുത്തൊരു ക്ലയന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ സംസാരിച്ച് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് സച്ചിനെ രേവതിയെ അങ്ങോട്ട് വിളിപ്പിക്കുന്നത്. അങ്ങനെ സച്ചിൻ രേവതിയും ചെന്നു. ആ സച്ചി അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സച്ചി ചോദിച്ചു, സാറിനെന്നെ അറിയാവോ? എന്നോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് PC വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഓ, അപ്പൊ സച്ചിക്ക് നമ്പർ കൊടുത്ത് ആ പോലീസുകാരൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് സച്ചിയോട് അയാൾ പറഞ്ഞു, അതെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ, അതുകൊണ്ട് പെട്ടെന്നൊന്നും ശരത്തിനെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് സച്ചിയോട്, സാറ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, കാരണം അവൻ അങ്ങനെ തെറ്റും ചെയ്തിട്ടില്ല, അമ്മയോടുള്ള ദേഷ്യത്തിന് ചെയ്തു പോയതാന്ന് പറഞ്ഞു. കാര്യമൊക്കെ കാര്യം ശരി സച്ചി, പക്ഷേങ്കിൽ അറിയാലോ പോലീസ് സ്റ്റേഷൻ ഒരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റില്ല, അവർക്ക് ആക്ഷൻ എടുത്തേ മതിയാവുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ
സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം കോടതി ഹാജരാക്കിയിട്ട് നേരെ ജയിലിലേക്ക് പറഞ്ഞു വിടുത്തോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, സാറേ അങ്ങനെയൊന്നും ഒരു കാരണവശാലും പാടില്ല. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാ, അവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന, അവന്റെ ഭാവി തകർന്നു പോകുന്നു പറഞ്ഞു. വക്കീൽ പറഞ്ഞു, കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അവനെ രക്ഷിക്കണമെങ്കിൽ ഇനിയിപ്പോ ഒരു കാര്യം മാത്രം ചെയ്തിട്ട കാര്യമുള്ളെന്ന് പറഞ്ഞു. അല്ല എന്ത് കാര്യം സാറേ സച്ചി വെച്ചു. ഈ കേസുണ്ടല്ലോ, നിങ്ങളുടെ അമ്മയല്ലേ കേസ് കൊടുത്തേക്കെന്ന് പറഞ്ഞേ, ഈ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. പിൻവലിക്കാനോ? അതെ, ഈ കേസ് പിൻവലിച്ചാൽ മാത്രമേ അതും കൂടെ പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അത് പിന്നെ അങ്ങനെ അമ്മ പിൻവലിക്കുമെന്ന് തോന്നില്ല സച്ചി, ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്ക് വേണമെങ്കിൽ ജാമ്യത്തിനുള്ള അപേക്ഷ കൊടുക്കാം, പക്ഷെ എന്നാലും അവന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കേ. ഒരു പക്ഷെ ഇത് പുറത്ത് പബ്ലിസിറ്റി ആയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, അവന്റെ ഭാവി നശിച്ചു പോയത് തന്നെയാ. അപ്പൊ അങ്ങനെയൊക്കെ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്ത കാര്യമുള്ളൂ. ഒരുപക്ഷെ പരാതിക്കാർ തന്നെ പരാതി പിൻവലിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി സച്ചിനെ ഒന്ന് നോക്കി. സച്ചിക്ക് മനസ്സിലായി അമ്മ എന്താണെങ്കിലും പരാതി പിൻവലിക്കാൻ പോകുന്നില്ല. വക്കീല് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാം, അവൻ എവിടെയുണ്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അത് പിന്നെ സാറേ, അല്ല സച്ചിക്ക് അറിയായിരിക്കും അവൻ എവിടെയുണ്ടെന്ന്. ഡോക്ടറോടും വക്കീലിനോടും കള്ളത്തരം പറയല്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. പോലീസുകാരുടെ അടുത്ത് സച്ചി വേണേ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ എന്റെ അടുത്ത് സച്ചി കള്ളത്തരം പറയണ്ടെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അവൻ എന്റെ അടിയിലുണ്ട് സാറേ, എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ആക്കിയേക്കോന്ന് പറഞ്ഞു. സച്ചി, അധികം നാളൊന്നും അവനവിടെ ഒളിച്ചിരിക്കാൻ പറ്റില്ല, കാരണം സച്ചിയുടെ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ കയറി അന്വേഷിച്ചെന്ന് വരും. അങ്ങനെ ഒന്ന് അവനെ അവിടെ നിന്ന് പൊക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ നേരെ ജയിലിലേക്കായിരിക്കും പോകുന്നത്. സച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴേക്കും രേവതി ഇരുന്ന് കരയാൻ തുടങ്ങി. സാറേ, അവന്റെ അബദ്ധം പറ്റി പോയതാ, ആയിക്കോട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ രേവതി, രക്ഷിക്കണമെങ്കിൽ ഇനിയിപ്പൊ നിങ്ങളുടെ അമ്മയെ തന്നെ പോയി കണ്ട് സംസാരിക്കുക, അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ, അല്ലാതെ പ്രയോജനമില്ല. പിന്നെ അവനെ ജാമ്യമൊക്കെ എടുത്ത് പുറത്തിറക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പം സച്ചിക്കും രേവതിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണം? ഒരു പക്ഷേങ്കില് വക്കീല് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാം, അമ്മയെ സ്വാധീനിച്ചു നോക്കാം, അന്നത്തെ പ്രയോജനമുള്ളൂ. അമ്മ ഇപ്പൊ വീട് വിട്ട് പോവുകയും ചെയ്തല്ലോ. ആ ഒരു ടെൻഷൻ സച്ചിയുടെ രേവതിയുടെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ സച്ചി രേവതിയും കൂടെ വീട്ടിലേക്ക് വന്നു. രവീന്ദ്രനോട് കാര്യങ്ങൾ സംസാരിക്കാന്ന് ഒരു ചിന്തയോട് കൂടി അവര് വന്നേ. ഒരുപക്ഷെ അച്ഛൻ പറയുവാണ് അമ്മ അനുസരിക്കുമായിരിക്കും. ആ സമയം രേവതി പറഞ്ഞു, അതിന് അമ്മ അങ്ങനെ കേസ് പിൻവലിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് സംസാരിച്ചു നോക്കാം, അച്ഛനോട് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചോദിച്ചു, അല്ല നിങ്ങൾ ആഹാരം കഴിച്ചിട്ടാണോ പോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഞങ്ങൾ കഴിച്ചായിരുന്നു അച്ഛാ. അച്ഛാ, ഞങ്ങൾക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ട, എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അച്ഛാ, ശരത്തിന്റെ കാര്യം തന്നെയൊക്കെ സംസാരിക്കാനുള്ളേ. അവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്താ, അല്ലാതെ വേറൊന്നുമല്ല, അവനങ്ങനെ മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. അവന്റെ ഭാവി നശിച്ചു പോവച്ചാ, അവനെ പുറത്തിറക്കിയില്ലെങ്കിൽ, അവനെ കോടതി ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ റിമാൻഡ് ലീവ് എടുത്തുള്ളൂ. അതുകൊണ്ട് അച്ഛാ, എങ്ങനെയെങ്കിലും അമ്മയോട് പറഞ്ഞ് ആ കേസ് ഒന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അച്ഛാ പ്ലീസ് അച്ഛാ, അവന്റെ ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ട് ഇതൊക്കെ പറയണേ. ആ സമയത്ത് സുധിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നിനക്കറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടെ അവൾ അനുസരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. ആ സമയത്ത് സുധി പറഞ്ഞു, എന്റെ അച്ഛൻ ഇതുപോലത്തെ കേസിനകത്തൊന്നും ഇടപെടണ്ട. ഇവന്റെ അളിയനുണ്ടല്ലോ, പട്ടാപ്പകലിൽ അമ്മയുടെ കയ്യിൽ നിന്ന് ബാഗ് മോഷ്ടിച്ചത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ ഒന്നാം തന്നെ ഒരു കള്ളനാവും. നാട്ടുകാരുടെയും കൂടെ പിടിച്ചു പറിക്കാണ്ട് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ്. അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി എന്ന് അവന്റെ കോളർ അവിടെ കുത്തിപ്പിടിച്ചു. നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട്, അതേ മര്യാദയാണ് മര്യാദ, നീ കൂടുതൽ ആളാവനൊന്നും പോണ്ട കേട്ടോ, പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛ എങ്ങനെയെങ്കിലും സഹായിക്കച്ച, അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യെ കാലേ വീഴുന്ന പോലെ സംസാരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.